റഷ്യയും കിഴക്കൻ യൂറോപ്പും ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളിലുമുള്ള ക്രിസ്ത്യാനികൾ സന്തോഷസമേതം ക്രിസ്മസ് ആഘോഷിച്ചു. ബേത്ലഹേമിൽ ഇത്തവണ ക്രിസ്മസ് ഉണ്ടായില്ല. കാരണം പാലസ്തീനിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മരിച്ചുപോയ ഗാസയിലെ പാലസ്തീൻകാരോടുള്ള അനുഭാവ സൂചകമായിട്ട് ഇത്തവണ ബേത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങളൊക്കെ അത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളിലും ക്രൈസ്തവർ ക്രിസ്മസ് വലിയ ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടി. നൈജീരിയയിൽ ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കുറച്ചധികം ക്രിസ്ത്യാനികൾ മരിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഒരു സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലും ക്രിസ്ത്യാനികൾ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. ബിവറേജ് കോർപ്പറേഷനിൽ വലിയ കച്ചവടം നടന്നു എന്ന് പത്രത്തിൽ വായിച്ചു. ചാലക്കുടിയിലാണ് ഏറ്റവും അധികം വിൽപ്പന നടന്നത്. ചാലക്കുടി പണ്ട് തൊട്ടേ ഈ കാര്യത്തിൽ വലിയ പ്രസിദ്ധി നേടിയ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ചാലക്കുടി എന്നാണ്. സ്വാഭാവികമായിട്ടും ബിവറേജിൽ അവിടെ വമ്പിച്ച കച്ചവടം നടന്നു. പിന്നെ മതമേലധ്യക്ഷന്മാരെല്ലാവരും ക്രിസ്മസ് സമാധാനത്തിൻ്റെ അവസരമാണ്, സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്മസ് സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നമ്മളതൊക്കെ പത്രത്തിൽ വായിച്ച് കോൾമേർ കൂട്ടു. പിന്നെ എറണാകുളം അങ്കമാലി രൂപതയിൽ ഇത്തവണ സിനഡ് കുർബാന എല്ലാ പള്ളിയിലും ചൊല്ലും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില സ്ഥലത്തൊന്നും അത് ചൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം വിശ്വാസികളുടെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ട്. വൈദികന്മാർ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് പകരം അൾത്താരാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികൾ അവരെ പിടിച്ച് തിരിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അത്യാവശ്യം ഉന്തും തള്ളുമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നിസ്സാര കാര്യമാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ പുരാതന പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുക, അവിടുത്തെ വൈദികരെയൊക്കെ കണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഇത്തവണ പുള്ളി അതിന് തുനിഞ്ഞില്ല. അതിന് പകരം രാജ്യത്തെ പ്രമുഖരായ ചില ക്രൈസ്തവരെയും മതമേലധ്യക്ഷന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആശംസകൾ നേരിട്ട് അറിയിച്ചു. അതിൽ നല്ലൊരു ഭാഗം ആളുകൾ മലയാളികളായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഫരീദാബാദ് രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയാണ്. പിന്നെ കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉണ്ടായിരുന്നു. ഡൽഹി മെത്രാൻ അനിൽ കൂട്ടോ ഉണ്ടായിരുന്നു. പെന്തിക്കോസ്ത് വിഭാഗങ്ങളുടെയൊക്കെ മേലധ്യക്ഷന്മാരുണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ പ്രതികളുണ്ടായിരുന്നു. പിന്നെ പൗരപ്രമുഖന്മാരുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ പ്രധാനമന്ത്രി പൗരപ്രമുഖന്മാരോട് വലിയ ബഹുമാനമുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ സ്പോർട്സ് താരമായിരുന്നു, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഇ പി ജയരാജൻ്റെ വിപ്രതിപത്തിക്ക് പാത്രീഭൂതയായിട്ട് സ്ഥാനം നഷ്ടപ്പെട്ട അഞ്ജു ബോബി ജോർജ് അവിടെ ചെന്നതെന്ന് മാത്രമല്ല, ഈ നാട്ടിൽ സ്പോർട്സ് താരങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണനയെക്കുറിച്ച് ഓർത്ത് തനിക്ക് അസൂയയുണ്ട് എന്നുകൂടി പറഞ്ഞു. മോഡിയുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ നാട്ടിൽ കായിക രംഗത്ത് വലിയ കുതിച്ചുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. ഒളിമ്പിക്സിൽ ഇന്ത്യ ഗോൾഡ് മെഡൽ നേടാൻ തുടങ്ങി. ഒളിമ്പിക്സിൽ ഹോക്കി നമ്മൾ വെങ്കല മെഡൽ തിരിച്ചു പിടിച്ചു. പുരുഷന്മാരുടെ ഹോക്കിയിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ സ്വർണ്ണ മെഡൽ തിരിച്ചു പിടിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഇല്ലയെന്നല്ല പറഞ്ഞു. അതേസമയത്ത് തന്നെ ഇവിടെ ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം നടക്കുന്നതിനിടയിലാണ് അഞ്ജു ബോബി ജോർജ് അവിടെ ചെന്ന് നരേന്ദ്രമോദിയെ ആവാദ ചൂടും പ്രശംസിച്ചത്. അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾക്ക് വലിയ പരിഗണനയാണ്. 10-20 കൊല്ലം മുമ്പ് താൻ ഇതുപോലെ ഒരു അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡലായിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു പ്രൊമോഷൻ നൽകാൻ പോലും ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടാക്കിയില്ല. ഇപ്പോൾ അങ്ങനെയല്ല. നീരജ് ചോപ്രയ്ക്ക് മെഡൽ കിട്ടിയപ്പോൾ എന്തൊക്കെ ആഘോഷങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പ്രശംസിച്ചു. അത് കേട്ട് പൊതുവെ ഇങ്ങനെയുള്ള സ്തുതി കേട്ടാലൊന്നും പ്രീതനാകാത്ത നമ്മുടെ പ്രധാനമന്ത്രി പോലും പുഞ്ചിരിച്ചു എന്നാണ് ഈ വടക്കേ ഇന്ത്യയിലുള്ള ചാനലുകളൊക്കെ എഴുതി കാണിക്കും, നമ്മളെ ദൃശ്യങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എന്തുവാട്ടെ, അങ്ങനെ അഞ്ജു ബോബി ജോർജിൻ്റെ പ്രശംസ കേട്ട് സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഇളകിപ്പോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ പറയാമെന്ന സംഭവമൊന്നുമില്ല. മോഡിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞതൊന്നുമല്ല. യഥാർത്ഥ ഭാഗ്യം എന്ന് പറഞ്ഞത് ഈ ചടങ്ങിലേക്ക് മുതലാളിമാരുടെ പ്രതിനിധിയും വേണമല്ലോ. ക്രിസ്ത്യാനികളുടെ പ്രതിനിധികൾ എന്ന് പറയുന്നത് വൈദികർ മാത്രമല്ല, ബിഷപ്പുമാർ മാത്രമല്ല, അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ള കായിക താരങ്ങളുമല്ല, വാണിജ്യ അല്ലെങ്കിൽ വ്യവസായ രംഗത്തുള്ള പ്രമുഖന്മാരെയും ക്ഷണിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും സുപരിചിതനായ ജോയ് ആലുക്കാസ് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം നരേന്ദ്രമോദിക്ക്
അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു കോപ്പി സമ്മാനിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ക്രിസ്മസിനെ ഏറ്റവും ചൈതന്യധന്യമാക്കിയത്, അതിന് ഒരു സ്വർഗീയ പരിമളം നൽകിയത് ഈ സംഭവമാണ്. മണിപ്പൂരിനെ കുറിച്ച് ഒരാളും സംസാരിച്ചില്ല. ഭരണികുളങ്ങര ആവട്ടെ, ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആവട്ടെ, അല്ലെങ്കിൽ അനിൽ കുട്ടോ ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ഒരാൾ പോലും മണിപ്പൂരിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്നിവർക്ക് നേരത്തെ താക്കീത് കൊടുത്തതൊന്നും നമുക്കറിയില്ല. ഏതായാലും ആരും ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായി. പക്ഷേ ശരിക്കുള്ള വിഷയം അതല്ല. മണിപ്പൂരൊക്കെ എത്ര ചെറിയ കാര്യമാണ്. ജോയ് ആലുക്കാസിൻ്റെ ആത്മകഥ കിട്ടിയ നരേന്ദ്രമോദിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമല്ല. ഈ ജോയ് ആലുക്കാസിൻ്റെ വാണിജ്യ സ്ഥാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസുകൾ, അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇൻകം ടാക്സുകാർ റെഡി ചെയ്തതാണ്. നമ്മുടെ മലയാള മനോരമ, മാതൃഭൂമിയൊന്നും ആ വാർത്ത കൊടുത്തില്ല. പക്ഷേ റെയ്ഡ് ചെയ്തു എന്നുള്ള വാർത്ത എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ ഇൻകം ടാക്സ് റെയ്ഡിന് ഇരയായ അല്ലെങ്കിൽ വിധേയനായ ജോയ് ആലുക്ക അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രധാനമന്ത്രി അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. അതോടുകൂടിയിട്ട് ഈ ക്രിസ്മസ് യഥാർത്ഥത്തിൽ അത് ദൈവികമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതുവരെ ക്രൈസ്തവരോട് ചെയ്ത എല്ലാ പാപങ്ങളും ഇതോടെ തീർന്നു. കാരണം ഇത് വായിക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. അതേ ജോയ് ആലുക്കാസിൻ്റെ ഒരു വലിയ ആരാധകനായിട്ട് മാറുന്നു. അതിൽ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇനി നല്ല കാലം വരാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ ബിഷപ്പ് യോഹന്നാനെ കൂടി വിളിക്കണ്ടായിരുന്നു. അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ എഴുതണം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. അതുകൂടി വായിച്ചാൽ പുള്ളി മിക്കവാറും റാഞ്ചിയിലോ അല്ലെങ്കിൽ ഉളമ്പറയിലോ അഡ്മിറ്റ് ആവേണ്ടി വരും. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ വലിയ ഭാഗ്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കൂ. അവിടെ പങ്കെടുത്ത ക്രൈസ്തവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല. ഈ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ ഏക പത്രലേഖകൻ ദീപികയുടെ ആയിരുന്നു എന്ന ആ പത്രം വലിയ കോരിത്തെരിപ്പൂട്ടി റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഏതായാലും ദീപികയുടെ ലേഖനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അഞ്ജു ബോബി ജോർജിനെ പോലെ, ജോയ് ആലുക്കയെ പോലെ, ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പോലെയുള്ള ആളുകൾ ഈ കേരളത്തിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം യാതൊന്നും പേടിക്കേണ്ടതില്ല. അവർക്ക് എല്ലാ തരത്തിലുള്ള വിജയവും ആശംസിക്കുന്നു. അല്പം വൈകിയ ക്രിസ്മസ് ആശംസകളും അറിയിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതുപോലുള്ള കലാപരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ യോഹന്നാൻ മെത്രാനെ കൂടി വിളിക്കണം. പറ്റുമെങ്കിൽ തങ്കു ബ്രദറിനെ കൂടി പങ്കെടുപ്പിച്ചാൽ ഒന്നാന്തരമായിരിക്കും എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഇവരുടെ കച്ചവടം പണ്ടത്തേക്കാൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.